നമസ്കാരം. ദ ഹോൾ ട്രൂത്ത് എന്ന പോഡ്കാസ്റ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഗൗരി, നിങ്ങളുടെ ഹോസ്റ്റ്. ഇന്ന് സെപ്റ്റംബർ 1 നാഷണൽ മൗത്ത് ഗാർഡ് ഡേ ആയി ആചരിക്കപ്പെടുന്നു. അതിനാൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റായ പ്രൊജക്ട് കവചം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഗ്രേറ്റർ കൊച്ചി ബ്രാഞ്ച് കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് വിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത് സ്പോർട്സ് ഡെന്റിസ്ട്രി എന്ന ടോപ്പിക്കിൽ ഒരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ആദ്യ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ രൂപേഷ് PL ആണ്. ഇദ്ദേഹത്തിന് 28 വർഷത്തിലേറെ പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗത്തിൽ വർക്കിംഗ് ആൻഡ് ടീച്ചിങ് എക്സ്പീരിയൻസും നിരവധി ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു ദ ഷോ. സർ, ഇന്ന് സ്പോർട്സ് ഡെന്റിസ്ട്രിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് സ്പോർട്സ് ഡെന്റിസ്ട്രിയെ പറ്റി സാറിന് പറയാനുള്ളത്? ഈ സ്പോർട്സ് ഡെന്റിസ്ട്രി എന്നുള്ള സ്പെഷ്യാലിറ്റി ആയി കണക്കാക്കാവുന്ന നമ്മുടെ ഡെന്റിസ്ട്രിയുടെ ഒരു ഭാഗമാണ് ഈ സ്പോർട്സ് ഡെന്റിസ്ട്രി. ഡയഗ്നോസ് ചെയ്യുക, അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, അത്ലീറ്റുകളുടെ പ്രവർത്തനക്ഷമത, ദർ പെർഫോമൻസ് ലെവൽ, probably if we can increase their performance level through dental procedures etc. I think probably നമ്മളിത് സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഇതിനെപ്പറ്റി കൂടുതലായി നമ്മൾക്ക് പ്രതിപാദിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഡെന്റിസ്ട്രിയിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഉണ്ടെന്ന് സാർ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അത്ലീറ്റ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുക? ഇപ്പം നമ്മളുടെ ജീവിതചര്യ ഇപ്പം നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പം ഈ എൻഡ്യൂറൻസ് സ്പോർട്സ് മാത്രമല്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ സ്പോർട്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് സ്പോർട്സ്, നോൺ കോൺടാക്ട് സ്പോർട്ടുകളുണ്ട്, അതുപോലെ കൊളിഷൻ സ്പോർട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കോൺടാക്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബോക്സിങ്, അതായത് രണ്ട് ഒപ്പോണൻസ് തമ്മിൽ സ്ഥിരം കോൺടാക്റ്റിൽ വരുന്ന സ്പോർട്ടുകളുണ്ട്, റഗ്ബി, ബോക്സിങ് അതേപോലുള്ള. പിന്നെ ഈ നോൺ കോൺടാക്ട് സ്പോർട്ടുകൾ വരുന്നത് ഇപ്പം എന്താ പറയുക, നമുക്ക് സൈക്ലിംഗ്, ജോഗിങ്, റണ്ണിങ്, സ്പ്രിൻറ്റേഴ്സ്, അവരൊന്നും വേറെ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നില്ല. അവർ ഒരു നോൺ കോൺടാക്ട് മോഡ് ഓഫ് സ്പോർട്ടാണ്. 2021 മറ്റേ വന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഓൾമോസ്റ്റ് 20 to 25% ഓഫ് ഓറൽ ഇഞ്ചുറീസ് വിച്ച് ഹവ് കം ടു ഹോസ്പിറ്റൽസ് ഓർ ക്ലിനിക്സ് ഇൻ ദ US. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി കൊണ്ടുവന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആവശ്യങ്ങൾക്കാണ് പലരും ഡോക്ടർമാരെ സമീപിച്ചത്. സർ, കോൺടാക്ട് സ്പോർട്സിനെ പറ്റി പറഞ്ഞല്ലോ. ഈ കോൺടാക്ട് സ്പോർട്സിൽ സ്പോർട്സ് ഡെന്റിസ്ട്രിക്ക് എന്തെല്ലാം അപ്ലയൻസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? എസ്പെഷ്യലി കോൺടാക്ട് സ്പോർട്ടുകൾ വരുമ്പം ഈവൻ നമ്മളുടെ FDI, നമ്മുടെ ഫെഡറേഷൻ ഡെന്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ ഡെന്റിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇന്റർനാഷണൽ സൊസൈറ്റിയാണ്. അപ്പം അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്, മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്, ഇന്ന സ്പോർട്ടുകൾക്ക് ഈ മൗത്ത് ഗാർഡ് എന്ന് പറയുന്ന ഡിവൈസ് മാൻഡേറ്ററി ആണ്. ആൻഡ് അതർ സെക്ഷൻ ഓഫ് കോൺടാക്ട് സ്പോർട്സ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ്. ഇങ്ങനെയുള്ള റെഗുലേഷൻ ഇവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫെഡറേഷൻ ഡെന്റ് ഇന്റർനാഷണൽ പബ്ലിസൈസ് ചെയ്തിട്ടുണ്ട്. ഹെഡിൻ്റെ പ്രൊട്ടക്ഷൻ കൂടാതെ സ്പെസിഫിക് ടു ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റൊമറ്റോഗ്നാത്തിക് സിസ്റ്റം, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എനിക്ക് തോന്നുന്നു ഈ മൗത്ത് ഗാർഡ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 തരമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ തിരിക്കാം. ഒന്ന്, ഈ റെഡിമെയ്ഡ് മൗത്ത് ഗാർഡ്സ് അവൈലബിൾ ആണ്. റെഡിമെയ്ഡ് ഓവർ ദ കൗണ്ടർ മൗത്ത് ഗാർഡ്സ്, അത് പ്രോബ്ലി സ്പോർട്സ് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റെഡിമെയ്ഡ് അല്ലെങ്കിൽ റെഡിലി അവൈലബിൾ കൈൻഡ് ഓഫ് മൗത്ത് ഗാർഡ്സ് ആർ അവൈലബിൾ. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിറ്റ് അത്ര നന്നായിരിക്കില്ല. കാരണം ഇതൊരു ജനറലായിട്ട് നമ്മൾ ഷർട്ട് ഇടുന്ന പോലെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് എന്ന മട്ടിലാണ്. അതുപോലെ നമുക്ക് ഈ മൗത്ത് ഗാർഡുകൾ വായിൽ വെച്ച് ഇത് എനിക്ക് സൂട്ടാവുന്നില്ല, വേറെ ഒരെണ്ണം വെക്കൂ എന്ന് പറയാനും പറ്റില്ലല്ലോ. നമ്മൾ വായിൽ വെച്ച സാധനം വേറെ അവർക്ക് വിൽക്കാനും പറ്റില്ല. അപ്പം അത് നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പം ചെറുതാവാം, വലുതാവാം. അതുകൊണ്ട് തന്നെ ചിലപ്പം ചില ഇഞ്ചുറികളെല്ലാം വരാം. ആൻഡ് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കോഷ്യൻറ്റ് മേ ബി വളരെ കുറവായിരിക്കും ഈ റെഡിമെയ്ഡ് മൗത്ത് ഗാർഡ്സ്. പിന്നെ ഒരു തരത്തിലുള്ള മൗത്ത് ഗാർഡ് ബോയിൽ ആൻഡ് ബൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് മൗത്ത് ഗാർഡാണ്. അതൊരു തെർമോപ്ലാസ്റ്റിക് പോലുള്ളൊരു മെറ്റീരിയൽ വെച്ച് നമുക്ക് എനിക്ക് വേണ്ടി ആമസോണിലൊക്കെ പല അതുപോലുള്ള ഗാർഡുകളൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ഒരു സോഫ്റ്റൻ സ്റ്റേജിൽ വായിൽ വെച്ച് മോൾഡ് ചെയ്ത് നമ്മളതിലേക്ക് കടിക്കുന്നു.
അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മൗത്ത് വാഷ് ഒരു പരിധി മറ്റേ മേ ബി ആ റെഡിമെയ്ഡ് വരുന്നതിനേക്കാളും കുറേയും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫിറ്റും കാര്യങ്ങളെല്ലാം പ്രോബ്ലി ഇസ് നോട്ട് ഓക്കെ. മാത്രമല്ല ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ മോശമാണ്. ഈ ചൂടാക്കുമ്പോൾ ഡോക്ടർക്കറിയാം അതിൻ്റെ അകത്ത് കുറേ കെമിക്കൽസ് എല്ലാം ലീച്ച് ചെയ്യാനുള്ള സാധ്യതകളാണ്. അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിസിറ്റി ഇതിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ വായിൽ വെച്ച് കടിക്കുന്നതെല്ലാം പ്രോബ്ലി ഒരു എമർജൻസി എന്നുള്ള നിലയിൽ പ്രോബ്ലി യു ക്യാൻ യൂസ് ഇറ്റ്. ഇതിലേറ്റവും ഐഡിയൽ ഒരു കസ്റ്റം മെയ്ഡ് മൗത്ത് ഗാർഡാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആൾക്ക് വേണ്ടി ഇതേപോലെ ഒരു സ്പോർട്സ് ഡെൻറ്റിസ്റ്റ് അടുത്തോ അല്ലെങ്കിൽ ഈ സ്പോർട്സ് ഡെൻറ്റിസ്ട്രിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റുകളും അവൈലബിൾ ആണ്. ഒരു ഡെൻറ്റിസ്റ്റിന് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ കസ്റ്റമൈസേഷൻ ഓഫ് മൗത്ത് ഗാർഡ്സ്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ആയിട്ട് നമുക്ക് പറയാവുന്ന മൗത്ത് ഗാർഡുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ഈ മൗത്ത് ഗാർഡുകളിൽ തന്നെ ഡോക്ടർക്ക് അറിയുന്ന പോലെ ഈ സ്പോർട്സിന് വേണ്ടി മാത്രമുള്ള മൗത്ത് ഗാർഡുകൾ അവൈലബിൾ ആണ്. അതും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ തെറാപ്യൂട്ടിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന മൗത്ത് ഗാർഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ബ്രക്സിസം, അതായത് പല്ല് ഇറുമുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഈ ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റിൻ്റെ പെയിൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതും തരത്തിലുള്ള അതിനെ പ്രോബ്ലി സ്പ്ലിൻറ്റുകൾ എന്നും പറയും. നമ്മൾ ഈ മൗത്ത് ഗാർഡ് ഒരു സ്പ്ലിൻറ്റിൻ്റെ ഒരു വകഭേദമാണ്. പക്ഷേ സ്പ്ലിൻറ്റുകളെല്ലാം ഒരു തെറാപ്യൂട്ടിക് ഫോംസ് ഓഫ് ഗാർഡാണ്. വേറാസ് നമ്മൾ ഇപ്പം സംസാരിക്കുന്നത് ഒരു പ്യുവർലി സ്പോർട്സ് ആൻഡ് പ്രൊട്ടക്റ്റീവായിട്ടുള്ള സ്പ്ലിൻറ്റുകളാണ്. ബ്രക്സിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്ലിൻറ്റുകളും ഒരു പരിധിവരെ അത്ലറ്റുകൾക്കും പ്രായോഗികമാണ്. കാരണം ഈ സ്പോർട്സിലും പല സ്പോർട്സ്മെനും അണ്ടർ ട്രെമൻഡസ് സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അവരെപ്പോഴും ഈ ഇറുമാനുള്ള സാധ്യതകളും ആ സ്ട്രെസ് റിലീസ് സാധാരണ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം പലപ്പോഴും ഈ മൗത്ത് ഗാർഡിൻ്റെ കൂടെ തന്നെ ഈ നൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഈ ബ്രക്സിസം സ്പ്ലിൻസ് എല്ലാം സ്പോർട്സ് ഡെൻറ്റിസ്റ്റിയോട് കണക്റ്റഡും ആണ് എന്ന് ഈ കൂട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്പോർട്സ് ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് സാധിക്കുമോ, അതെയോ അതിനൊരു സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ടോ? ഓക്കെ, കറന്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ നാട്ടിൽ സ്പോർട്സ് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞൊരു സ്ട്രീം നമ്മളുടെ ഡെന്റൽ എഡ്യൂക്കേഷനിൽ വി ഡോണ്ട് ഹാവ് എ സ്പെസിഫിക് കറിക്കുലം കോൾഡ് സ്പോർട്സ് ഡെന്റിസ്ട്രി. അപ്പം ഈ മൗത്ത് ഗാർഡുകളുടെ ഉപയോഗം നമുക്ക് ആസ് എ സ്പോർട്സ് ഡെന്റിസ്റ്റ് വി കനോട്ട് ലുക്ക് അറ്റ് ഇറ്റ് ആസ് സംതിങ് വെരി മിനിസ്ക്യൂൾ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്മെൻസ്. മൗത്ത് ഗാർഡുകളെ കുറിച്ച് പറഞ്ഞല്ലോ സർ. മൗത്ത് ഗാർഡുകൾ എത്ര തരമുണ്ട്, എങ്ങനെയാണ് അത് നമ്മൾ ഒരു പേഷ്യന്റ് പ്രിസ്ക്രൈബ് ചെയ്യുക? സർ, നമ്മളിപ്പോൾ ഒരു അത്ലീറ്റ് ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണ് ട്രീറ്റ്മെന്റ് ഇൻ ദ സെൻസ് നമ്മുടെ മൗത്ത് ഗാർഡിന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഫേസസ് എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാമോ? ഓക്കെ, പലപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും ഒന്നാമത് ഡെന്റിസ്റ്റുകളിലുള്ള പേടി, രണ്ടാമത് ഒരു ഇൻറ്റൻസ് സ്പോർട്സിൽ ഫോക്കസ് ചെയ്യുന്നൊരു അത്ലീറ്റ് പ്രോബ്ലി ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കാതെ പ്രോബ്ലി ദേ വിൽ നോട്ട് ഗോ ആൻഡ് മീറ്റ് എ ഡെന്റിസ്റ്റ് അൺലെസ് സംബഡി ടെൽസ് ദം ഓർ ദർ ഇസ് എ പെയിൻ ഓർ എ ടൂത്ത് ഹസ് കം ഔട്ട് എക്സെട്ര. അപ്പം ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്പോർട്സ് എന്തൂസിയാസ്റ്റ് പ്രോബ്ലി ഈ ഒരു മൗത്ത് ഗാർഡിനെ പറ്റി കൂടുതൽ അറിയാനും അപ്പോൾ അത് ഒരു മൗത്ത് ഗാർഡ് വേണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഡെന്റൽ ക്ലിനിക്കുകളിൽ ഇത് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. സാധാരണഗതിയിൽ ഇതിന് വല്ല പ്രത്യേകിച്ച് വേദനയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തീരെ പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു ഡെന്റിസ്റ്റ് പ്രോബ്ലി ചെയ്യുന്നത് നമ്മുടെ വായയുടെ അളവ് എടുക്കും, ഒരു ഇംപ്രഷൻ എന്നാ പറയുക, വായയുടെ ഇംപ്രഷൻ, മുകളിലത്തെയും താഴത്തെ ജോയിൻ്റെ ഒരു ഇംപ്രഷൻ എടുക്കും. സാധാരണ എല്ലാ ഡെന്റൽ പ്രൊസീജിയറിലും ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് ഒരു ലാബിലേക്ക് അയച്ചു കൊടുത്ത് ആ ലാബറട്ടറിക്കാരൻ്റെ അടുത്ത് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം പറയും. കാരണം ഒരു മൗത്ത് ഗാർഡ് പോലുള്ളൊരു ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം മോണ എവിടെ വരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എവിടെയൊക്കെ കവർ ചെയ്യണം എന്നുള്ള സംഗതികളെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്ത് വളരെ എളുപ്പത്തിൽ ഈ മൗത്ത് ഗാർഡ് പോലെയുള്ള സ്പ്ലിൻറ്റുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വരും. ഈ പുതിയ സമയത്ത്, അതായത് ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഈ ഡെന്റൽ സ്കാനേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്.
അപ്പോൾ അത് വന്നപ്പോൾ ഈ പ്രൊസീജിയർ വളരെ എളുപ്പമായി. വായ ഇംപ്രഷൻ എടുക്കുന്നതിന് പകരം നമ്മുടെ വായ സ്കാൻ ചെയ്ത് ആ സ്കാൻഡ് ഇൻഫർമേഷൻ ലാബിൽ പോയി കഴിഞ്ഞാൽ പ്രോബ്ലി അവർക്ക് ഇത് പ്രിൻ്റ് ചെയ്തെടുക്കാനുള്ള മെത്തഡുകളൊക്കെ ഇപ്പം വളരെ വളരെ ടെക്നോളജി എല്ലാം വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ കേക്ക് വാക്ക്. Somebody who's walking into a clinic, I think rest assured that you will just feel at ease. ഈ അപ്ലയൻസിന്റെ ക്ലീനിങ് ആൻഡ് കെയർ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മളിപ്പം നമ്മൾ എന്ത് ഡിവൈസ് നമ്മൾ വെയർ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെയർ ചെയ്യുന്ന ഉടുപ്പുകളോ എന്തോ ആണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ചില സ്പോർട്സ് അവർ ഈ മൗത്ത് ഗാർഡ് ഇത് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് അവരുടെ ബാഗിലേക്ക് അവരുടെ സ്പോർട്സ് കിറ്റ് ഉണ്ടല്ലോ അതിലേക്ക് വെറുതെ ഇട്ട് അതുകൊണ്ട് പോകും. അടുത്തവണ വരുമ്പം അതെടുത്ത് വായിൽ വയ്ക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ദൂഷ്യഫലം ഒരു അൺഹൈജീനിക്കാന്നുള്ളതാണ് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടുകളിൽ പലപ്പോഴും നിങ്ങളുടെ വീട്ടുകളിൽ വയസ്സായ അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടാവാം. അവരുടെ വായിൽ ഈ ഡെഞ്ചേഴ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ടീത്ത്, വെപ്പുപല്ല്, അത് പലപ്പോഴും അവരെടുത്ത് രാത്രി ഇത് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ സൂക്ഷിക്കുന്ന പോലെയൊക്കെ കണ്ടു കാണുമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ പ്രോബ്ലി യു വിൽ നോ. അപ്പം നമ്മൾ ഈ മൗത്ത് ഗാർഡുകളും യു ഷുഡ് ബി ടേക്കിംഗ് കെയർ ആൻഡ് ക്ലീനിങ് ഓൺ എ സിമിലർ protocol. Generally, we advise them to wash, rinse and wash, and generally ഇത് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യാൻ പറയും. ബ്രഷ് ചെയ്യുന്നത് ടൂത്ത് ബ്രഷും സോപ്പും ഉപയോഗിച്ച് വേണം ബ്രഷ് ചെയ്യാൻ. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതെ ഇരിക്കുകയായിരിക്കും നല്ലത്. കാരണം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാനും കുറച്ച് അബറേഷനൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ടൂത്ത് ബ്രഷ് നമ്മുടെ ഇതേപോലെ മൗത്ത് ഗാർഡുകളുള്ള ഒരു അത്ലീറ്റ് ആണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഒരു ടൂത്ത് ബ്രഷ് വയ്ക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് എടുത്ത് ഇതും ക്ലീൻ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ഇതൊരു വാം ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ സ്റ്റോർ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം മിക്കവാറും ഇതെല്ലാം ഒരു അക്രലിക് മീത്ത അക്രലൈറ്റ് എന്ന് ഒരു അതേപോലുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ സാധാരണഗതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ അത് ചിലപ്പം അതിൻ്റെ ഡയമെൻഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പം കുറേ നാൾ നമ്മൾ ഉണങ്ങിയിരിക്കുന്ന പ്രതലത്തിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ അത് വായിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫിറ്റ് ചേഞ്ച് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനറലി ഒരു മോയിസ്റ്റ് എൻവയോൺമെൻറ്റിൽ ഇച്ചിരി വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. അത് കൂടാതെ ആസ് എല്ലാ ഡെൻറ്റിസ്റ്റുകൾക്കും ഡെൻറ്റൽ ഡോക്ടേഴ്സിനും അറിയുന്ന പോലെ നമുക്ക് ഈ ഡെഞ്ചർ ക്ലീനിങ് പൗഡേഴ്സും ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മേ ബി ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഒരു ക്ലീനിങ് പ്രൊസീജിയർ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ ഡെൻറ്റിസ്റ്റുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ആ പ്രോട്ടോക്കോൾ. അപ്പം അത് ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗൽ ഗ്രോത്തുകൾ, അതാണ് അടുത്തൊരു പ്രോബ്ലം. ഈ ഇങ്ങനെയുള്ള ഡിവൈസുകളിലൊക്കെ ഫംഗൽ കോളനൈസേഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ ഓറൽ ഹെൽത്തിനെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഇത് നമ്മളൊരു ഡിവൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇറ്റ്സ് ആർ ഓണസ് ദാറ്റ് വി ടേക്ക് കെയർ ഓഫ് ഇറ്റ് വെരി വെൽ. ഇപ്പോൾ ഒരു അത്ലീറ്റ് ഒരു മൗത്ത് ഗാർഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൊണ്ടുപോയി, ഇതിന് ശേഷം ഒരു ചെറിയ ഡിസ്കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പല ഡെന്റൽ ഡോക്ടർമാരും ഒരു ഡെഞ്ചർ ഡെലിവറി ശേഷം തിരിച്ചു വരുന്ന ഒരു പേഷ്യൻറ്റിനെ പോലെയാണ്, ആ ഒരു ചോദ്യം പോലെയാണ് എനിക്കിപ്പം ഡോക്ടർ ഗൗരി എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു ലെതർ ഷൂ നമ്മൾ വാങ്ങി, നമുക്ക് ഒരു ഷൂ ബൈറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ വളരെ വർഷങ്ങളോളം ചെരുപ്പില്ലാണ്ട് നടന്ന ഒരാൾ പ്രോബ്ലി, ഇപ്പം ഈ മൗത്ത് ഗാർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ വർഷങ്ങളോളം ഞാനിതിനെ ഉപയോഗിക്കുന്നത് ഇതിനോടാണ്. വളരെ വർഷങ്ങളോളം നമ്മൾ ചെരുപ്പിടാണ്ട് നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെരുപ്പിട്ടാലും അയാൾക്കതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നും. നമ്മൾ ഈ ഷൂ ബൈറ്റ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അവരുടെയൊക്കെ ചെറിയ പൊട്ടലോ ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പം ഇതിനെയും പ്രോബബ്ലി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ചെറിയ വേദനകളോ ചെറിയ ലാസറേഷനോ അൾസർ പോലെയുള്ള സംഗതികളൊക്കെ കണ്ടേക്കാം.
അത് ഒരു തിരിച്ച് നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്ത് എസ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത ഡിവൈസുകളാണെങ്കിൽ, മറ്റേതിലാണെങ്കിൽ തീർച്ചയായും കാണും നമ്മൾ ഈ ഓവർ ദ കൗണ്ടർ വാങ്ങുന്നതിൽ. പക്ഷേ ഇത് ഒരു ഡെൻറ്റിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ സ്പോട്ടുകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റബ്ബ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ എന്നിട്ടും അത് ബുദ്ധിമുട്ടാണെങ്കിൽ വി പ്രോബ്ലി അപ്ലൈ സം ഡെൻച്ചർ ലൈനേഴ്സ്, സോഫ്റ്റ് ലൈനേഴ്സ്. അതാകുമ്പോൾ ഒരു ചെറിയൊരു കുഷനിങ് എഫക്റ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള മാനേജ്മെൻറ്റ് ഒരു ഡെൻറ്റിസ്റ്റ് എന്തായാലും ചെയ്തു തരും. രണ്ടാമത്തെ പ്രോബ്ലം, ഈ വേദന കൂടാതെ നമ്മൾ ഇതേപോലൊരു ഡിവൈസ് ആദ്യമായിട്ട് വായിൽ വയ്ക്കുമ്പോൾ എക്സസ് ആയിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ എന്ത് വായിലെടുത്താലും വായിലെടുത്താലും. അപ്പം അതും ഒരു നോർമൽ പ്രക്രിയയാണ്. ഒരു 1-2 ആഴ്ച കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ, ശീലിച്ചു കഴിഞ്ഞാൽ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ എക്സസ് സലൈവ പ്രൊഡക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യും. അതൊരു ബുദ്ധിമുട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ജനറലി ഈ 2 കാര്യങ്ങളായിരിക്കും ഒരു പുതിയതായിട്ട് മൗത്ത് ഗാർഡ് വയ്ക്കുന്ന ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യത എനിക്ക് തോന്നുന്നു. സ്പോർട്സ് ഇൻഡസ്ട്രിയിലെ ഈ അപ്ലയൻസസിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് അവൈൽ ചെയ്യാതെ ഒരാൾക്ക് ഇഞ്ചുറി ആയി കോൺടാക്ട് സ്പോർട്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആൾക്ക് അവിടുന്ന് ചെയ്യാൻ കഴിയുന്നതും നമ്മൾ ഡെന്റിസ്റ്റിനെ സമീപിച്ചാൽ അതിനുശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള മാനേജ്മെന്റ് ഒന്ന് പറയാമോ? ഞാൻ ഈ അടുത്ത് വായിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയാം. അതായത് ഈ അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ പോലെയല്ല, അത് ഒരു ഹൈ ഇമ്പാക്റ്റ് അഗ്രസീവ് ഗെയിമാണ്. നമ്മുടെ റഗ്ബിയുടെ ഒരു അഗ്രസീവ് വെർഷൻ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നത്, ഈ അവിടുത്തെ അത്ലീറ്റ്സിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിന് ഈ മൗത്ത് ഗാർഡ് ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം അവർ നോട്ടീസ് ചെയ്തൊരു സർപ്രൈസിങ് ഫാക്ട് വാസ് ദാറ്റ് ഓൾമോസ്റ്റ് 1 to 2 lakh ഓഫ് ഇഞ്ചുറീസ്, അതായത് ഈ ഹൈ ഇമ്പാക്റ്റ് ഇഞ്ചുറീസ്, അതായത് പെരി ഓറൽ ഇഞ്ചുറീസ്, ഞാൻ മറ്റുള്ള ഇഞ്ചുറിയുടെ കാര്യമല്ല പറയുന്നത്, അത് ഒരു 1 മുതൽ 2 ലക്ഷം വരെ ഈ അമേരിക്കൻ ഫുട്ബോളിൽ മാത്രം ഒരു ഡ്രോപ്പ് കണ്ടു എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചില അത്ലറ്റുകൾക്ക് ചിലപ്പം ഈ മൗത്ത് ഗാർഡ് വെച്ച് കളിക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും പ്രിവെൻഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്പോർട്സ് ഡെന്റിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇപ്പം ഡോക്ടർ ഗൗരി ചോദിച്ച ചോദ്യം, ഈ പലപ്പോഴും ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പം അയാളിനെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ഓൺ ഗ്രൗണ്ട് ഒരു സ്പോർട്സ് ഡെന്റിസ്റ്റ് വേണം ആദ്യം, പ്രോബ്ലി അലോങ് വിത്ത് ദി അതർ സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്സ് പ്രോബ്ലി മാനേജ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ പ്രോബ്ലി വി നീഡ് ടു ലുക്ക് അറ്റ് കൺട്രോളിങ് ബ്ലീഡിങ്. ഇപ്പം ബ്ലീഡിംഗ് ആണ് മിക്കവാറും ആദ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ ബ്ലീഡിങ് പ്രിവെൻഷൻ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അത് നമ്മൾ ജനറലി ഓൺ ഗ്രൗണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രഷർ പാക്കും അങ്ങനെയുള്ള കാര്യങ്ങളും, സിവിയർ ലാസറേഷൻ ആണെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഈ ബ്ലീഡ് ചെയ്ത് അത് ആസ്പിറേറ്റ് ചെയ്താലെല്ലാം then it becomes too complicated. Since the injury is in the perioral area, I think a dentist also should look at patient's response. ചിലപ്പോൾ ആദ്യം വിളിക്കുന്നൊരു ഡെന്റിസ്റ്റിനായിരിക്കും. വായിൽ ഇഞ്ചുറി കണ്ടുകൊണ്ട് ഒരു ഡെന്റൽ സ്പോർട്സ് മെഡിസിൻ എക്സ്പെർട്ടിനെ ആയിരിക്കാൻ ചിലപ്പം പ്രോബ്ലി ദേ വിൽ കോൾ ഫസ്റ്റ്. സോ പ്രോബ്ലി യു ഓൾസോ ഷുഡ് ബി ലുക്കിംഗ് അറ്റ് പേഷ്യൻറ്റിൻ്റെ പ്യൂപ്പിൾ ഡയലേഷൻ, വെദർ ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ടു ലൈറ്റ് ഓർ ഇറ്റ് ഈസ് സ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി, അത് ചിലപ്പം ടെമ്പററി ആയിരിക്കാം, ചിലപ്പം ലോങ് ടേം എന്തെങ്കിലും ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഇഞ്ചുറി കൊണ്ടും ആവാം. അപ്പം ഈ പ്യൂപ്പിൾ റെസ്പോൺസും ഒരു ഡെന്റിസ്റ്റ് നോക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കണം പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ എയർവേ പേറ്റൻസി എന്നുള്ളൊരു സംഗതി, നമ്മൾ ഈ പല്ലിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ പേഷ്യൻറ്റിനെ ഒരു സൈഡിലേക്ക് എടുക്കുകയോ, എയർവേ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓറൽ ഇഞ്ചുറികളിൽ ഇൻവേരിയബിളി നമ്മൾ കൂടുതൽ കാണുന്നതെല്ലാം ഈ ടീത്ത് ഫ്രാക്ചർ ആൻഡ് അവൾഷൻ ആണ് ഒന്ന്. അപ്പോൾ അവൾസ്ഡ് ആയിട്ടുള്ള ടീത്ത് കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് ഓൾ ദി ജനറൽ ഡെന്റിസ്റ്റ് ഓൾസോ വി ആർ ഓൾ എക്സ്പേർട്സ് ഇൻ പ്രോബബ്ലി മാനേജിങ് അവൾസ് ടീത്ത്. അപ്പോൾ ആദ്യം അവൾസ് ടീത്ത് നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്നാമത് നമ്മൾ അത് പിടിക്കേണ്ടത് അതിൻ്റെ ക്രൗണിൽ വേണം പിടിക്കാൻ. അതിൻ്റെ റൂട്ട് ഭാഗത്ത് നമ്മൾ ഒരിക്കലും സ്പർശിക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ നമ്മൾ എടുക്കുമ്പോൾ. അതിനുശേഷം പ്രിഫറബിളി ഒരു വൃത്തിയായിട്ടുള്ള റണ്ണിങ് വാട്ടറിൽ അത് വാഷ് ചെയ്ത്
ഒന്നല്ലെങ്കിൽ ഒരു ഡെൻ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റിയിൽ അത് എത്തിക്കാൻ ശ്രമിക്കണം. അത് എത്തിക്കുമ്പോൾ നമ്മൾ ജനറലി പറയുന്നത് പാലിൽ ഇട്ട് വയ്ക്കുക അതാണ്, പാൽ. അതാണ് ഒരു ന്യൂട്രൽ മീഡിയ ആയതുകൊണ്ട്. അപ്പം ഈ പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഹാസ് ടു ബി സ്കിംഡ് മിൽക്ക് ആയിരിക്കണം, പ്രോട്ടീനുള്ള പാലായിരിക്കരുത്. അല്ലെങ്കിൽ സലൈൻ, അതൊരു ന്യൂട്രൽ സലൈൻ മീഡിയ. ഏറ്റവും ബെസ്റ്റ് ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് കോൺഷ്യസ് ആണെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് പേഷ്യൻ്റെ സലൈവയിൽ ചീക്ക് ഭാഗത്ത് നമ്മളത് സ്റ്റോർ ചെയ്ത് അങ്ങനെ പേഷ്യൻറ്റിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഫെസിലിറ്റിയിലേക്ക് മൂവ് ചെയ്യണം എന്നാണ് വെപ്പ്. പക്ഷേ ഈ എവൾസ് ട്രൂത്തിൻ്റെ ഒരു പ്രോബ്ലം, ഒരു 6 to 20 minutes ആണ് അതിൻ്റെ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളിൽ നമ്മളിത് റീപ്ലാന്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ദെൻ തിങ്സ് ക്യാൻ ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. ഒരു 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ടേക്കപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അപ്പം ആസ് എ സ്പോർട്സ് ഡെൻറ്റിസ്റ്റ് മേ ബി ഇഫ് ദർ ഇസ് എ ചാൻസ് യു ക്യാൻ ട്രൈ ആൻഡ് റീപ്ലാന്റ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അത് യു ക്യാൻ ഈവൻ സ്പ്ലിൻറ്റ് ഇറ്റ് യൂസിങ് നമ്മുടെ സൈനോക്രൈറ്റ് പോലുള്ള മെറ്റീരിയൽ വെച്ച് തൽക്കാലത്തേക്കെങ്കിലും സ്പ്ലിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി യു വിൽ സേവ് ദ ടൂത്ത്. രണ്ടാമത്തെ മേജർ ഇഷ്യൂ നമ്മളിപ്പോൾ ഇപ്പം ഡോക്ടർ പറയുന്ന പോലെ കാണുന്നത് ഈ ജോ ഫ്രാക്ചറുകളാണ്. എല്ലാവർക്കും അറിയാം, അനിൽ കുംബ്ലെ പണ്ട് വെസ്റ്റ് ഇൻഡീസിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ബോൾ വന്നുകൊണ്ട് പുള്ളി ഒരു ഫ്രാക്ചർഡ് ജോ കൊണ്ട് ഒരു വിതിൻ 1 hour തിരിച്ചു വന്ന് ബോൾ ചെയ്തു. അന്ന് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ടൂർണിക്കെ പോലുള്ള ഒരു ബാൻഡേജ്, അതായത് ചിന്നിൽ സപ്പോർട്ട് ചെയ്ത് തലയുടെ മുകളിൽ കെട്ടുന്ന ഒരു ചെറിയ ടൂർണിക്കെ പോലുള്ളൊരു ബാൻഡേജ് ആണ് സാധാരണ നമ്മൾ ഇനീഷ്യലി റെക്കമെൻഡ് ചെയ്യുക. ബേസിക്കലി എൻ്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, ജോ സ്റ്റെബിലൈസ് ചെയ്യുക. അത് നമ്മൾ സാധാരണ പല്ലുകളുടെ ഒക്ലൂഷൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ജോ സ്റ്റെബിലൈസ് ചെയ്യുക. എന്തെങ്കിലും കഴിക്കേണ്ടി വരും, എന്തെങ്കിലും പതുക്കെ ചെയ്ത് സിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ബേസിക്കലി യു നീഡ് ടു സപ്പോർട്ട് ജോ ആൻഡ് ഇമ്മൊബിലൈസ് ഇറ്റ്. അപ്പം ഫ്രാക്ചർ കണ്ടുപിടിക്കാനുള്ള പല ടെക്നിക്കുകളും ഉണ്ട്. അതിപ്പം ഈ സമയത്ത് നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയണമോ എന്ന് എനിക്കറിയില്ല. ഫ്രാക്ചറാണോ അല്ലെങ്കിൽ ജോയിൻ്റ് ഡിസ്ലൊക്കേഷൻ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുടെ ഇമ്മീഡിയറ്റ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതും കൂടാതെ ടൂത്ത് ഫ്രാക്ചർ, പല്ല് ചിലപ്പോൾ പൊട്ടിപ്പോവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്യുക. കോൾഡ് കംപ്രഷനും നമ്മൾ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട്. അപ്പം ആസ് എ സ്പോർട്സ് ഡെൻറ്റിസ്റ്റ് ഈ പറയുന്ന പ്രക്രിയകൾ ആണ് നമ്മൾ ഇനീഷ്യലി ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പോലെ. എന്നിട്ട് ഏറ്റവും എളുപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലേക്ക് മാറ്റുക, ഒരു ഹൈജീനിക് സെറ്റിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അതായത് സ്പോർട്സ് ഡെന്റിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. കാരണം സ്പോർട്സ് ഡെന്റിസ്ട്രി പ്രോപ്പർ പ്രാക്ടീസ് ഇല്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസ് പലപ്പോഴും കണ്ടുവരുന്നത്. സാറിന് എന്താണ് സ്പോർട്സ് ഡെന്റിസ്ട്രി പ്രൊമോട്ട് ചെയ്യാൻ, അത്ലീറ്റ്സിലേക്ക് എത്താൻ ഒരു പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ ഘട്ടങ്ങളിൽ, കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ സ്കൂൾ സ്പോർട്സ് വളരെ പേരുകേട്ട ഒരു സംസ്ഥാനമാണ് നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ പോവുകയാണെങ്കിലും നമ്മുടെ സ്കൂളുകളെല്ലാം ആൻഡ് കോളേജസ് ദേ പെർഫോം വെൽ ഇൻ അത്ലറ്റിക് ഓർ ടേക്ക് ഇറ്റ് ഫുട്ബോൾ ഓർ വോട്ടെവർ. അപ്പം ഈ സ്കൂൾ തലത്തിൽ തന്നെ നമുക്ക് പണ്ട് സ്കൂളുകളിലെല്ലാം ഒരു PT മാസ്റ്റർ ഉണ്ടാവും, ഓർ സ്പോർട്സ് ട്രെയിനർ. അപ്പം അവരെ അവബോധിപ്പിക്കുക എന്നുള്ളതാണ്. വി നീഡ് ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന പോലെ വി നീഡ് ടു ഇൻഫോം ദം ദാറ്റ് ഇങ്ങനെയുള്ള ഇഞ്ചുറികൾ വരാതിരിക്കാൻ ഒരു പീരിയോഡിക്കലി നിങ്ങളുടെ കുട്ടികളുടെ അടുത്തോ ഈ സ്പോർട്സ് ഡെൻറ്റിസ്ട്രീനെ പറ്റി എന്തെങ്കിലും ഒരു അവഗ്രാഹ്യമുള്ള ഒരു ഡെൻറ്റൽ ഡോക്ടറെ കൊണ്ടൊരു അവയർനെസ് ക്ലാസ്. അപ്പം ഈ സ്റ്റാർട്ട് ഫ്രം when this person is small, from the child, when he's a child. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഇപ്പം IDA പോലെയുള്ള ഓർഗനൈസേഷൻസ് പ്രോബ്ലി ദേ ക്യാൻ ടൈ അപ്പ് വിത്ത് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് നാഷണലി. നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിലും ഒരു സ്പോർട്സിന് വേണ്ടിയിട്ടുള്ളൊരു മിനിസ്ട്രിയും ഉണ്ട്. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാവാൻ സാധ്യത, കേരളത്തിൽ എസ്പെഷ്യലി. അപ്പം IDA പോലുള്ള ഓർഗനൈസേഷൻസ് അവരുമായിട്ട് സംസാരിച്ച് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് സ്റ്റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ
all India level, if we can spread awareness, as an organization like ours, like IDA. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDA ഹാസ് ബ്രോട്ട് ഔട്ട് ഗൈഡ് ലൈൻസ്. ഇന്ന സ്പോർട്ടുകൾക്ക് എന്ത് ചെയ്യണം, ഇന്ന സ്പോർട്സ് മെഡിസിൻ പഠിച്ച ഒരു ഡോക്ടർ വാട്ട് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഗൈഡ് ലൈനുകളിൽ FDA സൈറ്റിൽ പ്രോബ്ലി നമ്മൾ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അത് ഡൗൺലോഡബിൾ ഫോമാറ്റിലാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഗൈഡ് ലൈനുകളൊക്കെ ഉള്ളത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ത്രൂ ഈ ട്രെയിനേഴ്സും കോച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി നമ്മളത് സ്പ്രെഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇഫ് പ്രോബ്ലി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്യാൻ ഡു വണ്ടേഴ്സ്. ഐ തിങ്ക് അവർ നമ്മുടെ പേര് തന്നെ ഇറ്റ് വിൽ ബി സ്പ്രെഡിങ് ലൈക്ക് വൈൽഡ് ഫയർ. മാത്രമല്ല there will come a time when ഇപ്പം ഒരു ക്രിക്കറ്റ് ടീം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ കാണാറുണ്ട് ഒരു ഫിസിയോ അല്ലെങ്കിൽ ഒരു അല്ലാത്ത സ്ട്രെങ്തനിങ് ട്രെയിനർ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. പ്രോബ്ലി there will be a time when a dentist is part of a football team or a cricket team. You'll never know. അപ്പം അതിന് ഇപ്പം IDA പോലുള്ള അസോസിയേഷനുകളും അതേപോലുള്ള സോഷ്യൽ ഓർഗനൈസേഷനുകളും എല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുറേ GV രാജ പോലുള്ള സ്പോർട്സ് സ്കൂളുകളെല്ലാം ധാരാളമുള്ളൊരു സംസ്ഥാനമാണ് നമ്മളുടെ. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾ തമ്മിൽ ഒരു ദേ ക്യാൻ ഹാവ് എ ടൈപ്പ്. ഐ തിങ്ക് ദാറ്റ് വിൽ ടേക്ക് ദിസ് സ്പെഷ്യാലിറ്റി. ഇതൊരു സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയണം, സ്പോർട്സ് ഡെന്റിസ്ട്രി. I think people will become aware and probably there will be athletes or sports persons who come to a clinic and probably they will demand and ask for a customized what do you call a mouth guard or a protector. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു സർ. കാരണം വ്യൂവേഴ്സിൽ പലർക്കും ഇപ്പോൾ സ്പോർട്സ് ഡെന്റിസ്ട്രി ഇങ്ങനെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നോ ഇല്ലെങ്കിൽ ഇതൊരു ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺടാക്ട് സ്പോർട്സിലെ ഇൻജുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും പലർക്കും അവരിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് വളരെയധികം ലഘൂകരിച്ച് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് താങ്ക്സ്. വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ ഇറ്റ് വാസ് സർ. നമ്മളുടെ ആദ്യ സെഷൻ ഇപ്പോൾ അവസാനിക്കുകയാണ്. സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക പേജ്. മോർ വീഡിയോസ് ഇനിയും നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.